അമേരിക്കയിൽ ഉടനീളമുള്ള നിരവധി കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റ്. പ്രവേശക കൂദാശകളായ മാമോദീസായും സ്ഥൈര്യലേപനവും സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ പ്രക്ഷുബ്ധമായ സാംസ്കാരിക സാഹചര്യത്തിൽ യുവാക്കൾക്കിടയിൽ വിശ്വാസത്തിനു വേണ്ടിയുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ് ഈ വളർച്ച പ്രതിഫലിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ന്യൂമാൻ സെന്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സഭയിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വന്നത്. കഴിഞ്ഞ സെമസ്റ്ററിൽ മേസയിലെ ക്രൈസ്റ്റ് ദി കിങ് പാരീഷിലെ പള്ളിയിലേക്ക് 52 വിദ്യാർത്ഥികൾ കടന്നു വന്നു. ഇനി വരുന്ന ഈസ്റ്റർ വിജിലിന് 50 പേരെ കൂടി പ്രതീക്ഷിക്കുന്നു. ഓരോ വർഷവും ASUവിൻ്റെ ക്യാമ്പസ് മിനിസ്ട്രി ക്രൈസ്റ്റ് ദി കിങ് പാരീഷുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളെ പ്രവേശക കൂദാശകളുടെ സ്വീകരണത്തിനും പൂർണ്ണ കൂട്ടായ്മയ്ക്കും സജ്ജമാക്കുന്നു. വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പള്ളിയിൽ പ്രവേശിക്കുന്നത്. ചിലർ ആദ്യമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവർ, മറ്റു ചിലർ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ നിന്ന് വന്നവർ, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ നീളുന്ന പട്ടിക. ഏറ്റവും ഒടുവിൽ നവംബർ 23-ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിലാണ് വിദ്യാർത്ഥികൾ കൂട്ടമായി സ്നാനപ്പെട്ടത്. 15 വർഷമായി ന്യൂമാൻ സെന്ററിനെ നയിച്ച ക്ലെമൻസ് ആഴ്ച തോറുമുള്ള ഫോക്കസ് ബൈബിൾ പഠനങ്ങളിൽ ഏകദേശം 400 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടെന്നും വാരാന്ത്യ പരിശുദ്ധ കുർബാനകളിൽ ഒന്നിൽ ഏകദേശം 1500 പേർ പങ്കെടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വ്യക്തമായ മാറ്റം കണ്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.